1980, 1990, 91 ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാനുപ്രിയയുടെ വർഷമായിരുന്നു. ഭാനുപ്രിയ എന്ന് പറഞ്ഞ നടിയെ ഏതൊരാൾക്കും തമിഴിലായിക്കോട്ടെ, തെലുങ്കിലായിക്കോട്ടെ, കന്നഡത്തിലായിക്കോട്ടെ, മലയാളത്തിലായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത്രയും ടാലൻറ്റഡാണ്, നല്ലൊരു ഡാൻസറാണ്, എല്ലാം കൊണ്ടും ഒരു സകലകലാ വല്ലഭിയാണ് ഭാനുപ്രിയ. പക്ഷെ ഭാനുപ്രിയയെ കുറിച്ച് കുറേ ഇല്ലാ കഥകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഭാനുപ്രിയയുടെ അനിയത്തി തുറന്നു പറഞ്ഞിരിക്കണം. എൻ്റെ ചേച്ചി ശരിക്ക് ഒരു നല്ലൊരു നടിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഓർമ്മകളൊക്കെ പോയി ഇപ്പം മരിച്ചതിന് തുല്യമായി ജീവിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലും ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഈ അനിയത്തി പറയണത്. അനിയത്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാനുപ്രിയയുടെ ഏറ്റവും വലിയ ജീവാത്മാവും പരമാത്മാവും ആയിരുന്നു ഭർത്താവും അവർ ഭാനുപ്രിയയും ഭർത്താവും തമ്മിൽ അത്ര സ്നേഹത്തിലാണ്. ഇവർക്കൊരു മകളുണ്ട്. ഭാനുപ്രിയ ജീവനെ കൊടുത്താണ് സ്നേഹിച്ചോടുന്നത് ഭർത്താവിനെ. ആ ഭർത്താവ് പെട്ടെന്ന് മരിക്കണം. ആ മരിച്ചോട് കൂടിയിട്ട് നമ്മൾ അത്രയധികം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ മരണത്തിൽ നിന്നും ചിലവർ കര കയറും 10 ദിവസം കഴിഞ്ഞാൽ, ചിലവർ ഒരു 6 മാസം കഴിഞ്ഞാൽ കയറും. പക്ഷേ ഭാനുപ്രിയ ഒരു കരകയറ്റുണ്ടായില്ല എന്നുള്ളതാണ്. ഭർത്താവിനെ ആലോചിച്ചും ഭർത്താവിൻ്റെ വസ്തുക്കൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞും ഭർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരഞ്ഞും ഓരോ ദിവസം അങ്ങോട്ട് തള്ളി നീക്കി വന്ന സിനിമകളൊക്കെ ക്യാൻസലാക്കി ഒരു മുറിയിലങ്ങോട്ട് ഒതുങ്ങിക്കൂടി. ആ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി. ഒരു മകളുണ്ട് വിദേശത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഭാനുപ്രിയനെ പിന്നെ സിനിമ അന്വേഷിക്കാണ്ടായി. ഭാനുപ്രിയയുടെ കുടുംബക്കാർ മാത്രം ഭാനുപ്രിയനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഉള്ളിൽ ചില മാറ്റങ്ങൾ, ഭയങ്കര മാറ്റങ്ങൾ. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഭാനുപ്രിയയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി നിർബന്ധിച്ചാണ് ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. ആ ലൊക്കേഷൻ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പൊതുജനം അറിയുന്നത്, അതുപോലെ ഡയറക്ടർ അറിയുന്നത്, സിനിമാ ലോകം അറിയുന്നത് എന്താണ് ഭാനുപ്രിയയുടെ ഓർമ്മ നഷ്ടപ്പെട്ടുള്ളത്. അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്തോ തിരക്കഥയിൽ പറയുമ്പോൾ അത് പറയാനായിട്ട് ആ കഥാപാത്രമായിട്ട് ഉൾക്കൊണ്ട് അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ട്. മനസ്സിൽ മുഴുവൻ ഡിപ്രഷനാണ്. ഭർത്താവിനെ ആലോചിച്ചുള്ള ഡിപ്രഷനാണ്. ഭർത്താവ് എൻ്റെ കൂടിയില്ലല്ലോ, ഭർത്താവ് എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലോ, എനിക്കിനി ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ, ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്, എന്നോട് സംസാരിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അത്രയും പരിശുദ്ധിയായിരുന്നു ഭാനുപ്രിയ. ആ ഒരു വിഷമം മനസ്സിൽ കയറിയോട് കൂടിയിട്ട് ഭാനുപ്രിയയുടെ താളം തെറ്റേ ചെയ്തത്. അല്ലാണ്ട് ഓർമ്മ നശിച്ചു, അമിനീഷ വന്നു, ആകെ മരണത്തിൻ്റെ വക്കീലാണ്, ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ ഭയങ്കര കഷ്ടം. അതൊക്കെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചു പോയാൽ നിങ്ങൾ ആ ദുഃഖത്തിൽ നിന്ന് കര കയറാനായിട്ട് ഒരുപാട് ദിവസം വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കര കയറിയില്ല എന്ന് വരും, ചിലപ്പോൾ നിങ്ങൾ ഭ്രാന്തായിട്ട് മാറിയെന്ന് വരും. അതാ മനുഷ്യനോടുള്ള സ്നേഹമാണത്. നിങ്ങൾ ഈ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരെ മാത്രമേ കണ്ടുള്ളൂ. ഭർത്താക്കന്മാരെ ദൈവത്തിനേക്കാളും വലിയ രീതിയിൽ പൂജിച്ച് കൊണ്ടു നടക്കുന്ന ഭാര്യമാരുണ്ട് ഈ ഭാനുപ്രിയരെ പോലെ. ആ കൂടുതൽ സ്നേഹമായതാണ് ഭാനുപ്രിയരെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഭാനുപ്രിയയ്ക്ക് തന്നെ മനസ്സിലായി, ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാൽ ശരിയാവില്ല, എനിക്ക് കഥാപാത്രമായിട്ട് മാറാൻ കഴിയില്ല, ആ കഥാപാത്രത്തിന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഭാനുപ്രിയ എന്നെ പറഞ്ഞു, എന്നെ ഈ സിനിമയിൽ നിന്ന് മാറ്റി, എനിക്ക് പറ്റില്ല, എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, എനിക്കിനി ഭൂമിയിൽ അദ്ദേഹം ഇല്ലാണ്ട് എനിക്കിനി സിനിമ വേണ്ട, അദ്ദേഹമാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നത്, എനിക്ക് സിനിമ വേണ്ട, ഞാൻ സിനിമ വെച്ചൊഴിയുന്നു എന്ന് പറഞ്ഞ് ആ സംവിധായകനോടും ആ ഡയറക്ടറോടും ആ പ്രൊഡ്യൂസറോടും മാപ്പ് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അല്ലാണ്ട് ഓർമ്മ നശിച്ച് പോകുന്നതെന്നല്ല. ഇവിടെ അപ്പം എന്തുണ്ടായി, അതിനെ നേരെ നെഗറ്റീവാക്കി അഭിനീഷയായിട്ട് ഒരാൾക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. ഭാനുപ്രിയോ ഈ വിഷമം കൊണ്ടും കാര്യങ്ങളോടും ഇനി എന്തിന് കാശുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ടെൻഷനും ഡിപ്രഷനൊക്കെ ആയി കഴിഞ്ഞാൽ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. അത് ഒരു നടനോടും നടിയോടും ചോദിക്കണം നിങ്ങൾ അവരുടെ മാനസികാവസ്ഥ. അവരങ്ങനെ ആരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, മനസ്സ് കല്ലാക്കിയവരോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഭാനുപ്രിയ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് വീട്ടിൽ. ഇടയ്ക്ക് മകൾ പഠിക്കുന്നിടത്തേക്ക് ചെല്ലും, അവിടെ കുറച്ച് ദിവസം താമസിക്കും, അത് കഴിഞ്ഞ് നാട്ടിൽ വരും. വീട്ടിലനിയെത്തി അവരച്ഛനമ്മ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഭാനുപ്രിയ ഇരിക്കുന്നു. സിനിമയിലേക്ക് ഇനിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ വേണ്ട, ഡാൻസും വേണ്ട, അതിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവാത്മാവും പരമാത്മാവും നഷ്ടപ്പെട്ടു. ഇനി ആ അങ്ങേ ലോകത്തേക്ക് എത്താനുള്ള ഒരു പ്രയാണം മാത്രമാണ്, ഒരു ജീവിതം മാത്രമാണ് ഭാനുപ്രിയയുടെ മുമ്പിലുള്ളത്.